എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ഹൊക്കാഗെ കാണിക്കും. അപ്പൊ അസിസ്റ്റന്റ് ചേച്ചി ഇപ്പൊ ഹൊക്കാഗെയോട് പറയും, ജിറയ മാമൻ തീർച്ചയായിട്ടും വരും, നിങ്ങൾ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിന് ഹൊക്കാഗെ പറയും, മാമൻ തിരിച്ചു വരില്ല, കാരണം അങ്ങനെയാണ് ഞങ്ങൾ ബെറ്റ് വെച്ചിരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ എപ്പോഴൊക്കെ ബെറ്റ് വെച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ തോറ്റിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഉറപ്പായിട്ടും മാമൻ വരും. കട്ട് ചെയ്താ ഇപ്പൊ മാമൻ പെയിന്റ് അടികൊണ്ട് ആളുടെ ഒരു കൈ തന്നെ നഷ്ടപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. മാമൻ അവരെ തലയുയർത്തി നോക്കുമ്പോ തന്നെ മാമന് മനസ്സിലാവും അതിലൊരാള് മുൻപ് മരിച്ചുപോയിന്ന് പറഞ്ഞ ആ ഒരു ചെമ്പന്തലേനാണ്. നീ എങ്ങനെ ഇപ്പൊ ജീവനോടുകൂടെ വന്നു? നീ മരിച്ചുപോയെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അത് കേട്ട് അവൻ ചിരിക്കും, ഞാൻ മരിച്ചിട്ടില്ല, ഞങ്ങളിപ്പോ 6 പേരുണ്ട്. അവന്റെ കണ്ണിലേക്ക് നോക്കുമ്പോ അത് നാഗുട്ടോയുടെ കണ്ണാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇപ്പൊ മാമനാവട്ടെ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. തവളകൾക്ക് ഒന്നും മനസ്സിലാവില്ല. എന്തു പറ്റി, എന്താ ഉണ്ടായെന്ന് ഇപ്പൊ തവളകൾ ചോദിക്കും. മാമനാണെങ്കില് അവരെ കണ്ട് ഷോക്കായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. നീയൊക്കെ ഏതാ, നിങ്ങളെന്താ ഇവിടെ, നിങ്ങൾ ആരാണ്, റിയൽ നാഗുട്ടോ എന്ന് ചോദിക്കുമ്പോ അതിന് അവര് പറയും, ഞങ്ങൾ എല്ലാവരും പെയിൻസ് ആണ്, മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. അപ്പൊ ആ തവള പറയും, പൊന്നെ ഇവര് ഡേഞ്ചറാണ് കേട്ടോ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇവര് തീർച്ചയായിട്ടും നമ്മളെ കൊന്നുകളയും. തവളെ അത് പറയേണ്ട താമസം ഉടനെ ആ ചെമ്പന്തലേൻ അവനിപ്പോ ചാടി വീണ് മാസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യും. മാമനാണെങ്കില് ഇപ്പൊ ഒന്നും മനസ്സിലാവാതെ, നിനക്കെങ്ങനെയാ നാഗുട്ടയുടെ കണ്ണ് കിട്ടിയേ, നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ അവൻ ഉത്തരം പറയാതെ വീണ്ടും വീണ്ടും മാമനെ ഇടിച്ചു കൊണ്ടേയിരിക്കും. അതിന് തവളകള് ഇപ്പൊ മാമനോട് വിളിച്ചു പോവും, വേണ്ട വേണ്ട, ഇവരുടെ മുൻപില് നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല, നമുക്ക് രക്ഷപ്പെടാമെന്ന് പറയുമ്പോ അതിന് മാമൻ പറയും, ഞാനില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം, ഇതിന്റെ സത്യം അതെനിക്ക് അറിഞ്ഞേ പറ്റൂന്ന് പറഞ്ഞ് അവിടെ വലിയൊരു ബോംബ് തന്നെ ഇപ്പൊ മാമൻ പൊട്ടിക്കും. പാറകൾ ഇടിഞ്ഞു വീണ് 6 പെയിനുകളും മാമനും ഇപ്പൊ വെള്ളത്തിൽ വീഴും. പക്ഷെ മാമൻ വിടില്ല. ആള് റസൻ ഗൺ പവർ എടുത്ത് അവനെ വെട്ടിത്തിരിപ്പിച്ച് മടക്കി ലോക്ക് ചെയ്ത് അവന്റെ തലയിൽ തന്നെ റസൻ ഗൺ വെച്ച് ഒരൊറ്റ അടി. ആ അടിയില് അവൻ അനക്കമുണ്ടാവില്ല. മാമൻ ശ്വാസം വലിച്ചു വിടും. അങ്ങനെ ഒരാളുടെ കാര്യത്തില് ഇപ്പൊ തീരുമാനായി. എത്രയും പെട്ടെന്ന് ബാക്കി 5 പേരെ കൂടെ ഈ ഒരു ബാരിയറിലേക്ക് എത്തിക്കണം. മാമൻ ഇപ്പോഴും ചെമ്പന്തലേന് ആ കണ്ണ് അതെങ്ങനെ കിട്ടി എന്ന് ആലോചിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ പിന്നില് എന്തോ വലിയൊരു രഹസ്യം ഉണ്ടെന്ന് ഇപ്പൊ മാമൻ പറയും. മാമൻ ഇപ്പൊ പതിയെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ആലോചിച്ച് അവന്റെ മുഖത്തേക്ക് ഇപ്പൊ സൂക്ഷിച്ചു നോക്കും. ഉടനെ മാമൻ ഞെട്ടി എഴുന്നേക്കും. കാരണം അവന്റെ നെറ്റിയില് മാമന്റെ സ്ക്വാഡ് കൊണ്ട് മുറിഞ്ഞ ആ ഒരു അടയാളം അത് മാമൻ കാണും. അപ്പൊ ഇവൻ നാഗുട്ടോ അല്ല, ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്ത ആ ഒരു വില്ലനാണ്. ഇവിടെ തവളകള് അവര് ടെൻഷനായിട്ട് ചോദിക്കും, എന്താ എന്താ ഇവിടെ നടക്കണേ, ഇവൻ ആരാൻ ചോദിക്കുമ്പോ അതിന് മാമൻ പറയും, ഇവനുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാനും ഇപ്പോ ഒരുപാട് കൺഫ്യൂഷനിലാണ്, അതുകൊണ്ട് നിങ്ങൾ 2 പേരും എത്രയും പെട്ടെന്ന് എന്നെ വിട്ട് തിരികെ പോകണം, എനിക്ക് അവരെ ഒന്നുകൂടെ മീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇതിന്റെ സത്യം അതെന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയൂ. അതിന് തവളകൾ പറയും, നിന്നെ ഒറ്റയ്ക്ക് ഞങ്ങൾ എവിടേക്കും വിടില്ല, നീ ഒരു തവണ കൂടെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവര് നിന്നെ കൊന്നുകളയും. അതിന് മാമൻ പറയും, അത് നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കറിയാം, പക്ഷെ എന്റെ മുൻപില് വേറെ വഴിയില്ല. ഈ രഹസ്യം അത് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല എങ്കില് അത് വലിയ ദുരന്തം ഭാവി തലമുറയ്ക്ക് കൊടുക്കും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഞാൻ അവിടേക്ക് പോയി ഈ രഹസ്യം അത് മനസ്സിലാക്കും. എനിക്ക് ഒരേ ഒരു ഹെൽപ്പ് നിങ്ങൾ ചെയ്തു തരണം. ഈ ഒരു ബോഡി അത് ലീഫ് വില്ലേജിലെ ഹൊക്കാഗെയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ഈ ബോഡി അത് കറക്റ്റായിട്ട് ഫുള്ളി റിസർച്ച് ചെയ്യണമെന്ന് പറയുമ്പോ അതിൽ ആൺതവള പറയും, ഈ കാര്യങ്ങള് അവള് ചെയ്തോളും, ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ മാമനാവട്ടെ ആ ഒരു ഗാമത്തവളയുടെ ഉള്ളിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് വരും. മാമൻ പുറത്തേക്ക് വരുമ്പോ തന്നെ അവർ 5 പേരും ഇപ്പൊ മാമന് വേണ്ടി വെയിറ്റിംഗ് ആണ്. മാമൻ അവരെ ഓരോരുത്തരെയായിട്ട് ഇപ്പൊ സൂക്ഷിച്ചു നോക്കും. മാമന് മനസ്സിലാവും ഇത് മറ്റാരുമല്ല, അന്ന് റെയിൻ വില്ലേജിലേക്ക് വന്നപ്പോ മാമൻ കണ്ടുമുട്ടിയ ഓരോരുത്തരുമാണ് ഇപ്പൊ ഈ രൂപത്തില് എന്റെ മുൻപിലേക്ക് എത്തിയത്. മാമൻ ആലോചിച്ചു നോക്കും. അപ്പം മാമന് പിടികിട്ടും യഥാർത്ഥ പെയിൻ അതാരാണെന്ന്. ഇത് നീയായിരുന്നോ എന്ന് മാമൻ ചോദിക്കുമ്പോഴേക്കും അതിലൊരു പെയിൻ ഇപ്പൊ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി താഴേന്ന് ചാടി വന്ന് മാമന്റെ കഴുത്ത് ഞെരിച്ച് ഇപ്പൊ താഴേക്കിടും. ചോര തുളുമ്പി ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ മാമനാവട്ടെ ഇപ്പൊ വീണ് കിടക്കാണ്. മാമനാണെങ്കി ഇപ്പൊ മിണ്ടാനും പറ്റില്ല, കഴുത്ത് ഒടിഞ്ഞ് അങ്ങനെ കിടക്കാണ്. അപ്പൊ ആ ഒരു തവള, ജിറയ്യ ഇത് ഞാനാണ് ഗാമത്തവള, കണ്ണു തുറക്ക്, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ മാമനാവട്ടെ ആള് മനസ്സിൽ പറയും, എനിക്ക് ഈ രഹസ്യം അതെത്രയും പെട്ടെന്ന് ഗ്രാമത്തിൽ അറിയിക്കണം. യഥാർത്ഥ പെയിൻ അതാരാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അവൻ എന്റെ ശിഷ്യനാണ്, അതുകൊണ്ട് തന്നെ മറ്റാർക്കും
അവനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഈ ഒരു മിഷനില് ഞാൻ തോറ്റു പോകുമെന്ന് ചിന്തിച്ച് മാമൻ പതിയെ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. മാമൻ ഇപ്പോ ബുക്കിൽ ഓരോരോ കാര്യങ്ങൾ എഴുതും. ഈ ഷിനോബി വേൾഡില് എനിക്ക് എന്റേതായ ഒരു സിഗ്നേച്ചർ വേണം. ഞാൻ ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു, അവൾ എന്നെ റിജക്ട് ചെയ്തു. ഞാൻ ഇപ്പൊ വരെ വെറും ഒരു തോൽവിയാണ്. പക്ഷെ ഒരു തോൽവിയായി മരിക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. എന്റെ ജീവിതത്തിന്, എന്റെ ജീവന് എന്തെങ്കിലും ഒരു അർത്ഥം അത് കൂടിയേ തീരൂ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ മാമൻ എന്റെ ലൈഫ് അതിങ്ങനെ ഒരു പ്രയോജനമില്ലാതെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ സെലക്ട് ചെയ്ത എല്ലാവരും മോശമായി പോയി. ഇവര് 3 പേരും ഇങ്ങനെയായി മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അപ്പൊ ഒരു സെക്കൻഡ് ഇപ്പൊ മാമൻ മിനുട്ട പറഞ്ഞ കാര്യങ്ങള് ഒന്നൊന്നായിട്ട് ആലോചിക്കും. എനിക്ക് നിന്റെ ബുക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൽ സെൻട്രൽ ക്യാരക്ടർ അത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. എന്റെ മകന് ഈ ഒരു പേര് കൊടുക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, നറൂട്ടോ, നറൂട്ടോ ഉസുമാക്കി. അതിന് മാമൻ ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ല പേര് അവന് നോക്കിക്കൂടെ? അതിന് മിനട്ടോ പറയും, ശരിക്കും ഈ ഒരു പേര് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അത് കേട്ട് മിനട്ടോയുടെ വൈഫും ഇപ്പൊ ആളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളായിരിക്കും എന്റെ മകന്റെ ഗോഡ് ഫാദർ എന്ന് ഇപ്പൊ മിനട്ടോ പറയും. മിനട്ടോ പറയും, നിങ്ങളെപ്പോലെ ഇത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മാസ്റ്ററിനെ കിട്ടിയതില് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. കട്ട് ചെയ്താ ഇപ്പൊ മാമന് മനസ്സിലാവും, കുട്ടപ്പൻ അവനാണ് എന്റെ പ്രോഫസി. അവനെ കൊണ്ട് മാത്രമേ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ കഴിയൂ. മിനട്ടോയുടെ വിശ്വാസം അത് കറക്റ്റ് ആയിരുന്നു. കുട്ടപ്പൻ അവൻ തീർച്ചയായിട്ടും 5th ഹൊക്കാഗെയായി മാറും. കട്ട് ചെയ്ത മാമൻ ആള് പതിയെ എഴുന്നേക്കാൻ ശ്രമിക്കും. എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു രഹസ്യം അത് ലീഫ് വില്ലേജിൽ അറിയിക്കണം. അപ്പൊ അതേ സമയത്ത് മാമൻ ഇപ്പൊ ഒറോച്ചിമാറുമായിട്ട് ഫൈറ്റ് ചെയ്ത മറ്റൊരു രംഗം കൂടെ ഇപ്പൊ മനസ്സിൽ ആലോചിക്കും. ഒരുപാട് നിഞ്ച ടെക്നിക്സും ടാറ്റിക്സും ഉപയോഗിച്ചാണ് മാമൻ അവനുമായിട്ട് ഫൈറ്റ് ചെയ്തത്. ആ ഒരു ഫൈറ്റിന്റെ അവസാനം നറൂട്ടോ പറയും, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തോറ്റു പിന്മാറില്ല. കട്ട് ചെയ്ത മാമൻ പറയും, നറൂട്ടോ, ഞാൻ നിന്നെ മാത്രം വിശ്വസിച്ചാണ് ഈ ഒരു രഹസ്യം അത് നിനക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു രഹസ്യം നീ കറക്റ്റായിട്ട് ഗ്രാമത്തിൽ അറിയിക്കണം. തവളയ്ക്ക് കാര്യം മനസ്സിലാവും. തവള ഉടനെ ഇപ്പൊ മാമന്റെ അടുത്ത് വരും. മാമൻ ഒരു പ്രത്യേക കോഡ് ഉപയോഗിച്ച് ഇപ്പൊ തവളയുടെ പുറകില് ആ ഒരു രഹസ്യം അത് എഴുതാൻ തുടങ്ങും. അത് മറ്റാർക്കും മനസ്സിലാവില്ല, കുട്ടപ്പന് മാത്രം മനസ്സിലാവാനാണ് ആ ഒരു സീക്രട്ട് ഇപ്പൊ മാമൻ എഴുതുന്നത്. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് പെയിൻ ആവട്ടെ ഇപ്പൊ മാമൻ പതിയെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നത് അവൻ കാണും. പെയിൻ ചാടി വീണ് ഇപ്പൊ ആ തവളയെ നശിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും മാമനാവട്ടെ അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കും. മാമൻ അവസാനമായിട്ട് പറയും, കുട്ടപ്പ, നീയാണ് എന്റെ ചൈൽഡ് പ്രോഫസി. തീർച്ചയായിട്ടും ഇത് നീ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് മാമനാവട്ടെ അവിടെ മുഴുവൻ തകർത്ത് ഇപ്പൊ താഴേക്ക് വെള്ളത്തിലേക്ക് വീഴും. അപ്പൊ ആ തവള രക്ഷപ്പെടുന്നത് കണ്ട് പെയിൻ നിലവിളിക്കും, അതിനെ പിടിക്കേ, അതിനെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. ഇവിടെ മാമനാവട്ടെ ആള് പതിയെ ഇപ്പൊ ആ വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് അങ്ങനെ പോവാണ്. അപ്പൊ അതേ സമയം മറ്റൊരു ഭാഗത്ത് കുട്ടപ്പനാവട്ടെ അവൻ സാസുകയെ അന്വേഷിച്ച് അവൻ ഉഷാറായിട്ട് ഓടാണ്. അപ്പൊ പെട്ടെന്ന് അവനെ ആരോ തൊടുന്നതായിട്ട് തോന്നും. അവൻ തിരിഞ്ഞു നോക്കും, പക്ഷെ ആരും ഉണ്ടാവില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ആ ഒരു തവള അതിപ്പോ ഹൊക്കാഗെയുടെ അടുത്തെത്തും. ഒരു 2 മിനിറ്റ് അത് ഹൊക്കാഗെ നോക്കി നിന്ന് ഇപ്പൊ തിരിച്ച് വെള്ളത്തിലേക്ക് ചാടി ദൂരത്തേക്ക് നീന്തി പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.